ഷാഫിക്ക, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. വളരെയധികം സന്തോഷം, അഭിമാനം, സൗഹൃദം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പാലത്ത് അവരുടെ എല്ലാ വർഷവും വാർഷികം നാട്ടുകാരുടെ പരിപൂർണ സഹകരണത്തോടുകൂടി വലിയൊരു ഉത്സവം ലഹരിയോടുകൂടിയാണ് നടത്താറുള്ളതെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ പരിപാടിക്ക് ഇവിടെ വരാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി കരുതുന്നു. അതും ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായി കാണുന്ന കഴിവുറ്റ കലാകാരന്മാരുടെ കൂടെയാണ്. അതിന് എന്നെ ക്ഷണിച്ച ഭാരവാഹികളോട് പ്രത്യേകിച്ച് എന്നെ അതിനുവേണ്ടി ഈ പരിപാടിക്ക് നേരത്തെ കാലത്തെ ബുക്ക് ചെയ്ത് ഈ ദിവസം വരെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ ഷോ ഡയറക്ടർ, ഗായകൻ കൂടിയായിട്ടുള്ള നമ്മുടെ ബാപ്പുക്കയുടെ മകൻ ഫവാസിനോടുള്ള അകമഴിഞ്ഞ കടപ്പാട് അറിയിക്കുന്നു. ഇനി നിനക്ക് എന്താ എനിക്കതല്ല, മൂപ്പര ചെറുപ്പം കുട്ടിക്കാലത്ത് 50 ചില്ലറയുണ്ട് വയസ്സ്. എന്നിട്ട് സത്യം പറഞ്ഞില്ലേ ഇന്റർവ്യൂവിൽ കണ്ടു ഒരു ഉപ്പ പറയുന്നത് വരെ നമുക്ക് കേൾക്കാൻ സാധിച്ചു എന്നുള്ളത്. അതായത് ഞാൻ അന്ന് പാടി നടന്ന പാട്ട് എന്ന് എന്റെ മകൻ പാടി നടക്കുന്നു. പേരക്കുട്ടി പേരക്കുട്ടി ഞാൻ എന്റെ വയസ്സല്ല. അപ്പൊ പിന്നെ ഷാഫിക്ക് നേരെ സിനിമയിലേക്ക് വന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ നേരെ വന്നതല്ല, ഇവര് കുറെ അവസരങ്ങൾ പ്രാർത്ഥിച്ചും സ്നേഹിച്ചും പിന്തുണച്ചും നമ്മളെ വിടാതെ പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കുറച്ച് ചാനൽ പ്രോഗ്രാംസ് കിട്ടി. അതിൽ സ്റ്റാർ മാജിക് ആയിരുന്നു വലിയ ഘടകമാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ എല്ലാ പോക്കരിത്തരവും അവിടെ കാണിക്കാൻ പറ്റും. എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അവിടെ വെതറാൻ പറ്റി. അതുകൊണ്ട് തല്ലുമാല എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഒരു എൻട്രി, പിന്നെ അങ്ങനെ കുറച്ച് 5ാമത്തെ മൂവി ഇപ്പം കംപ്ലീറ്റ് ചെയ്തു. ഡെർബി മാർച്ച് ലാസ്റ്റിൽ, അതായത് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് നമ്മളെ പെരുന്നാളിനോടനുബന്ധിച്ച് ആ പടം പുറത്തിറങ്ങും. നിങ്ങളെല്ലാവരും കാണും എന്ന് വിചാരിക്കുന്നു. ഇപ്പം റീസെൻ്റ്ലി വള എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ അഭിനയിച്ച മുഹാസിൻ്റെ. അത് ഇപ്പൊ പ്രൈമിലുണ്ട്. സമയമുള്ളവർ കണ്ടവരൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെ, ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പൂക്കാലം എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ. ഭാരങ്ങളില്ലാത്ത ബാല്യവും സ്വപ്നങ്ങൾ നെയ്ത കൗമാരൊക്കെ പിന്നിട്ട് വന്നിട്ടുള്ള നമ്മളെ സ്കൂൾ കാലം, അല്ലെ കോളേജ്. എനിക്ക് സ്കൂളിൽ പറയാനുള്ളൂ, 10ാം ക്ലാസ് പൊരുതി തോറ്റതാണ്. അപ്പോൾ കോളേജ് ക്യാമ്പസ്, ആ ഓർമ്മകൾ എൻ്റെ പ്രായമുള്ളവർക്ക് എപ്പോഴും തിരിച്ചു പോകാൻ തോന്നുന്ന ഒരു സ്ഥലം. ആ ഓർമ്മകളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു പാട്ടായിരുന്നു ഷഫീഖ് റഹ്മാൻ എഴുതി സംഗീതം പകർന്ന് എനിക്ക് പാടാൻ ഭാഗ്യമുണ്ടായ ഗാലറി വിഷനിലൂടെ പുറത്തിറങ്ങിയ എന്നും എൻ്റെ ഓർമ്മകളിൽ. അതിൻ്റെ കുറച്ച് വരികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ? റെഡി അല്ലേ? ആ പാട്ട് അറിയാവുന്നവർ ഒന്ന് ഏറ്റു പാടിയാൽ നമുക്ക് ഒരുമിച്ച് പാടാം. അതതിൻ്റെ രസം. ഓക്കെ. ഇവിടെയല്ല ഞാൻ പിച്ച വെച്ചതൻ പ്രതിരാഗവീതിയിൽ സങ്കൽപ്പവീജിയിൽ. ഇവിടെയല്ല ഞാൻ പിച്ച വെച്ചതൻ പ്രതിരാഗവീതിയിൽ സങ്കൽപ്പവീജിയിൽ. എഴുത്തച്ഛനും ചെറുചേരിയും പിന്നെ തുഞ്ചനെന്ന ത്രയകവികൾ തീർത്ഥരാഗമിൽ വിസ്മയിച്ചതും പിന്നെ പരിചയിച്ചതും ഈ കലാലയം കല തീർത്തൊരങ്കണം. ഈ കലാലയം കല തീർത്തൊരങ്കണം.